നമ്മുടെ അതിഥി എന്ന് പറയുന്നത് തിയേറ്ററുകളിൽ ഹിറ്റായ DJ അഥവാ DJ പാർട്ടി. DJയുടെ ലോജിക്ലെസ് DJ പാർട്ടിയാണ് ഈ സിനിമ. പടം തുടങ്ങുന്നത് തന്നെ ഒരു വെറൈറ്റി ഐറ്റത്തിലാണ്. ഒരു കൊച്ചുപയ്യൻ വില്ലന്മാരെ വെടിവെച്ച് കൊല്ലുന്നു. അത് കണ്ട് കണ്ണു തള്ളി നിൽക്കുന്ന നമ്മുടെ പോലീസ് ഓഫീസർ. പിള്ളേരെ കണ്ടാൽ മിഠായി വാങ്ങിക്കൊടുക്കണം. പക്ഷെ ഇവിടുത്തെ പോലീസ് മാമൻ ഈ കൊച്ചു പയ്യനെ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടി അവർക്ക് പറ്റാത്ത കേസ് ഇവനെ കൊണ്ട് സോൾവ് ചെയ്യുന്നു. നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുമോടാ നാറി. നായകൻ വളർന്നു വലുതായി. ഇപ്പോ പുള്ളി ഒരു കട്ട ബ്രാഹ്മണനാണ്. പക്ഷെ ഇടയ്ക്ക് ഈ പൂണൂലൊക്കെ മാറ്റി കോട്ട് സൂട്ടൊക്കെ ഇട്ട് വരും. എന്നിട്ട് എന്തിനാണെന്നോ നാട്ടിലെ വില്ലന്മാരൊക്കെ കൊല്ലാൻ. നായിക പൂജ ഹെഗ്ഡെ. നായകന്റെ കാറ്ററിംഗിലെ ഭക്ഷണം കഴിക്കാനാണ്. പക്ഷെ പടം മുഴുവൻ നോക്കിയ നായികയ്ക്ക് ആകെ കിട്ടിയ ജോലി ആ പൊളപ്പൻ ഡ്രസ്സ് വിട്ട് പാട്ടിലൊത്ത് ഡാൻസ് കളിക്കുക എന്നത് മാത്രമാണ്. സാറേ, എന്റെ ഷോട്ട് എപ്പോഴാണ്? ആദ്യമായിട്ട് അഭിനയിക്കണേ ഒരു ടെൻഷൻ. പേടിക്കണ്ട, വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തുടങ്ങാം. റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പ് നടത്തുന്ന വില്ലൻ റോയൽ നായിഡുവിനെ നമ്മുടെ നായകൻ അവസാനം തട്ടുന്നു. എങ്ങനെയാണ് തട്ടുന്നതെന്ന് അറിയണ്ടേ? റോയൽ നായിഡുവിനേക്കാൾ മണ്ടനായ തന്റെ മകനെ മണ്ടനാക്കി, റോയൽ നായിഡുവിനെ മണ്ടനാക്കി നായകൻ മണ്ടനായി അഭിനയിച്ച് മണ്ടനായ റോയൽ നായിഡുവിന്റെ മകനെ കൺവിൻസ് ചെയ്ത് റോയൽ നായിഡുവിനെ മരണത്തിന്റെ വാക്കിൽ എത്തിക്കുന്നു. എന്നിട്ട് മണ്ടനായി അഭിനയിച്ച നായകൻ മണ്ടനായ റോയൽ നായിഡുവിനെ കൊല്ലുന്നു. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത് വെറും രുദ്രാക്ഷമല്ല, നിനക്കുള്ള രക്ഷയാ. ഇത് കഴുത്തിലുള്ളിടത്തോളം നീ ഒരാളുടെ മേലെ കൈവയ്ക്കരുത്. It was at this moment that he knew he fucked up. അവസാനമായിട്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹം പറ്റില്ലെന്ന് മാത്രം പറയരുത്. പറഞ്ഞോ? ഈ രുദ്രാക്ഷം കഴുത്തി കിടക്കുമ്പോ ഞാൻ മരിച്ച മഹാപാപമാണത്. നരകത്തിൽ പോവും. ഇത് അടിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ പോവും ഞാൻ. എന്റെ പൊന്നോ, ഒടുക്കത്ത അഭിനയം. അർജുന, ഫൽഗുന, പാർത്ത, എന്തായത് എന്താണെന്ന് നോക്കൂ. കല്യാണ പെണ്ണ് പുടവയൊക്കെ എടുത്ത് റെഡിയായി വരുന്നതിന് പകരം സെൻസർ പോലും ചെയ്യാതെ കയറി വരുന്ന കണ്ടില്ലേ? A few moments later. എങ്ങനെ ഇരിക്കണം? എക്സ്ട്രോർഡിനറി, ഫാന്റാസ്റ്റിക്, മൈൻഡ് ബ്ലോയിങ് സർ.